ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ കടത്തിയ സംഭവത്തിൽ നിർണായക കണ്ടെത്തലുമായി കസ്റ്റംസ്. കേരളത്തിൽ നിന്ന് ആദ്യമായി പിടികൂടിയ ഫസ്റ്റ് ഓണർ വാഹനം മലയാളിയുടേതാണ്. എന്നാൽ അസം സ്വദേശിയുടെ പേരിലായി രജിസ്റ്റർ ചെയ്തത് വ്യാജ മേൽവിലാസത്തിലാണ്. വാഹന ഉടമ എറണാകുളം മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിക്കായി അന്വേഷണം കസ്റ്റംസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ നംഘോറിൽ നടൻ അമിത് ചക്കാലക്കലിനെ വീണ്ടും ചോദ്യം ചെയ്യും. ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കാനും നിർദ്ദേശമുണ്ട്. ഇപ്പോൾ അമിത് ചക്കാലക്കൽ 24-നൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അമിത് ചക്കാലക്കൽ. ഇപ്പോൾ ഇതിൽ ഈ കസ്റ്റംസിന്റെ ചില പരിശോധനകളുമൊക്കെയായി ബന്ധപ്പെട്ട് കേൾക്കുന്ന കാര്യങ്ങൾ, അതിന്റെ വസ്തുത എന്താണ്? ഒന്നിലേറെ വാഹനങ്ങൾ എന്ന തരത്തിലേക്കൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നല്ലോ. അതിന്റെ വസ്തുത എന്താണ് അമിത്? ആക്ച്വലി കസ്റ്റംസിൻ്റെ കാര്യത്തിൽ ദേ ഹാഡ് വെരി ക്ലിയർ തിങ്. അവർ കറക്റ്റായിട്ട് എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. എൻ്റെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിൻ്റെ 1999 രജിസ്റ്റർ ചെയ്തതും അത് കഴിഞ്ഞ് ഇന്ന് വരെ പല ആൾക്കാരായിട്ട് കൈമാറി വന്നതിൻ്റെ ഡോക്യുമെൻറ്റ്സും സെയിൽ ഡീഡും എല്ലാമായിട്ട് അവിടെ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായത്, ഈ 6 വാഹനങ്ങൾ നമ്മുടെ ഗറാജിൽ വന്നിട്ടുണ്ടായിരുന്നു. പല വ്യക്തികളുടെ ആയിട്ടുള്ള വാഹനങ്ങൾ പണിയാൻ വേണ്ടി വന്ന വാഹനങ്ങളാണ്. അപ്പോൾ അവിടെ ഞാൻ ഇവിടെ ആയിപ്പോയി, അവിടെ ഗറാജ് ചെക്ക് ചെയ്തപ്പോൾ കെയർ ഓഫ് അമിത് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അപ്പോൾ അവർ ടോട്ടലി നോക്കുമ്പോൾ ഈ 6 അവിടെയുള്ള 6 ഇവിടത്തെയും കൂടി ചേർത്ത് 8 വാഹനം എൻ്റെയാണ്. പക്ഷേ 8 വാഹനം എൻ്റെ അല്ല, എൻ്റെ ഒരു വാഹനമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. അതിൽ തന്നെ അവിടെയുള്ള ഓരോ വാഹനത്തിൻ്റെയും ഓണേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തു. RC ബുക്കും കാര്യങ്ങളും എല്ലാം 10 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാനാണ് സാർ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ കോയമ്പത്തൂർ വെച്ച് കഴിഞ്ഞൊരു 11 മാസം മുമ്പ് അവർ ഒരു ഈ സെക്കൻഡ് ഹാൻഡ് കാർസിൻ്റെ പാർട്സ് കൊടുക്കുന്നവരെ സീസ് ചെയ്തിരുന്നു. ഭൂട്ടാൻ കാറുകൾ വിൽക്കുന്നു എന്ന് പറഞ്ഞ് ആ സീസ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് നിന്ന് പണ്ട്, അത് ഞാൻ മാത്രമല്ല, കേരളത്തിൽ 20-25 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും ഇന്ത്യയിൽ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് പാർട്സ് വാങ്ങിയിട്ടുണ്ട്, ഇതെല്ലാം ഒന്ന് വർക്കിംഗ് ആക്കാൻ. അപ്പോൾ ഇത്രയും വാഹനങ്ങൾ വർക്കിന് വരുമ്പോൾ പല വണ്ടികളുടെയും പുതിയ സാധനങ്ങൾ ഒരിക്കലും കിട്ടില്ല. ഇനി പഴയ സാധനങ്ങൾ വാങ്ങി അത് വർക്കിംഗ് ആക്കി എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അവരുടെ അടുത്തുനിന്ന് ഇതിനു മുമ്പ്, അതായത് ഇവരെ പിടിക്കുന്നതിന് മുമ്പ് കുറച്ച് ഡോർ പാഡിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും ടർബോയുടെയൊക്കെ പാർട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗരാജിൻ്റെ ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ ആ സമയത്ത് വാങ്ങിയ സാധനങ്ങളുടെ അവരുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞവർ, ഇന്ന സാധനം വാങ്ങിയിട്ടില്ലേ, ഇന്ന സാധനം വാങ്ങിയിട്ടില്ലേ, അവരായിട്ടുള്ള ബന്ധം എന്താ? ഞാൻ പറഞ്ഞ അവരായിട്ടുള്ള ബന്ധം പാർട്സ് വാങ്ങിയത് മാത്രമാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ ടൊയോട്ട ഗ്രൂപ്പിലുള്ള ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് അവരുടെ അടുത്തുനിന്ന്. ഈ സംഭവം നടന്നതിന് ശേഷം കഴിഞ്ഞ 11 മാസത്തിന് ശേഷം ഒരു സാധനം അവരായിട്ട് വാങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ചോദിച്ചു, കറക്റ്റായിട്ട് ചോദിച്ചു. ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് അവർ കറക്റ്റായിട്ട് ചോദിച്ചു. ഇനി 10 ദിവസത്തിനുള്ളിൽ വർക്ക്ഷോപ്പിൽ കിടന്ന വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആയിട്ട് അവിടെ കൊടുക്കാൻ പറഞ്ഞു. അതായത് അമിത്, ഇപ്പോൾ ഒറ്റ വാഹനം മാത്രമാണ് താങ്കളുടെ പക്കലുള്ളത്, ലാൻഡ് ക്രൂസർ വാഹനം മാത്രമാണ്. അത് വർഷങ്ങൾ പഴക്കമുള്ളതാണ് എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അതെങ്ങനെയാണ് ആ വാഹനം എത്തിയത്? എങ്ങനെയാണ്? ലാൻഡ് ക്രൂസർ മാത്രമാണ്, ബാക്കി ഒന്നും എൻ്റെ. ആ വാഹനം ഞാൻ 5 വർഷം മുമ്പ് മഞ്ജുനാഥ് ഡൂക്ലെ എന്ന് പറയുന്ന ആളുടെ അടുത്ത് നിന്ന് വാങ്ങിയതാണ്, ഗോവയിൽ നിന്ന്. അദ്ദേഹം വാങ്ങിയത് ഒരു ഡൽഹിയിലുള്ള ഒരാളുടെ അടുത്തു നിന്നായിരുന്നു. ആ ഡീറ്റെയിൽസും അതിന് മുമ്പുള്ള വ്യക്തി 2010 വാങ്ങിയതിൻ്റെ ഡീറ്റെയിൽസും 1999 വണ്ടി രജിസ്റ്റർ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് വരെ ഇവിടെ MVD വന്ന് ചെക്ക് ചെയ്തിട്ട് അവർ വെരിഫൈ ചെയ്തിട്ടാണ് പോയത്. അതെ, അപ്പോൾ ഈ ഇതിന്റെ രേഖകളെല്ലാം കൃത്യമാണെങ്കിൽ പിന്നെ വീണ്ടും എന്തുകൊണ്ടായിരിക്കാം കസ്റ്റംസ് വീണ്ടും താങ്കളെ ഇങ്ങനെ ഒരു സംശയമുനയിൽ നിർത്തുകയും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കാം? അത് മീഡിയയിൽ പറയുന്നതല്ലാതെ കസ്റ്റംസ് എന്നെ വിളിപ്പിച്ചിട്ടില്ല. മീഡിയയിൽ പറയുന്നല്ലാതെ കസ്റ്റംസ് എന്നെ വിളിപ്പിച്ചിട്ടില്ല. കസ്റ്റംസ് പറഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ ഈ വാഹനങ്ങളുടെ ഡോക്യുമെന്റ്സ് അയക്കും. എനിക്കൊരു അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. ശരി, അപ്പോൾ ഈ താങ്കളുടെ പേര് കൂടി ഇതിൽ പറഞ്ഞു കേൾക്കുന്നത് കൊണ്ടാണ് ഈ രേഖകളെല്ലാം കൃത്യമാണ്, അതൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അധികൃതർക്ക് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം വീണ്ടും ഇതിന്റെ രേഖകൾ സമർപ്പിക്കണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം? കസ്റ്റംസ് ഇല്ല, ഒരിക്കലും വീണ്ടും സമർപ്പിക്കാനല്ല പറഞ്ഞത്. അവർ അന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് ഈ കിടന്ന വാഹനങ്ങളുടെ എല്ലാം അതാത് ഓണേഴ്സിൻ്റെ അടുത്താണ് ഡീറ്റെയിൽസ് ഉള്ളത്. എൻ്റെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അവിടെ കിടക്കുന്ന വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഉള്ള അതാത് ഓണേഴ്സിൻ്റെ അടുത്താണ്. ആ ഓണേഴ്സിനെ വിളിക്കുകയും അവരുടെ അടുത്തുനിന്ന് ഡീറ്റെയിൽസ് അവിടെ എത്തിക്കാനാണ് അവർ പറഞ്ഞത്. അവർ ക്ലിയർ ആയിട്ട കാര്യം പറഞ്ഞത്, വീണ്ടും വിളിപ്പിച്ചിട്ടൊന്നുമില്ല. അല്ല, പക്ഷെ ഇനിയും വിളിപ്പിക്കുമെന്ന് പറയുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് ഇപ്പോഴും സംശയമുണ്ട്, ബാക്കിയാണ് സംശയം എന്നല്ലേ? അത് നിങ്ങൾ പറയുന്ന ഒരു ഊഹമാണ്. എൻ്റെ അടുത്ത് അവർ കറക്റ്റായിട്ട് പറഞ്ഞു 10 ദിവസം കഴിഞ്ഞ് ഈ ഓരോ ഓണേഴ്സിൻ്റെ അടുത്തും ഡീറ്റെയിൽസ് ആയിട്ട് അവിടെ വരിക, ഒന്ന് വിളിച്ചിട്ട് വരുന്നതിന് മുമ്പ് ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് വളരെ ക്ലീൻ ആയിട്ടാണ് അവർ പെരുമാറിയത്. ഇതിലിപ്പോൾ താങ്കളുടെ ഗരാജിലേക്ക് എത്തിയ വണ്ടികളാണ് എന്ന് പറയുന്നുണ്ട്, മറ്റു വാഹനങ്ങളെല്ലാം. അതെങ്ങനെയാണ് താങ്കളുടെ ഗരാജിലേക്ക് ഇത്തരം വാഹനങ്ങൾ എത്തിച്ചേരുന്നത്? അത് എന്തുകൊണ്ടായിരിക്കാം അമിത്? അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധം? വണ്ടി പണിയാൻ വേണ്ടിയിട്ട്
കാര്യം ഞാൻ ചെയ്യുന്ന വർക്ക് നന്നായതുകൊണ്ടാണ് അവിടെ വണ്ടികൾ വന്നത്. കാര്യം എൻ്റെ വാഹനം ഇതേപോലെ ഒരു മോശം കണ്ടീഷനിലായിരുന്ന വാഹനം എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി അറിയാം. ആ വാഹനം കൊണ്ട് ഞാൻ കയറാത്ത മലകളില്ല ഇവിടെ, ആ വാഹനം കൊണ്ട് പോകാത്ത സ്ഥലങ്ങളില്ല. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ കേടായി കിടക്കുന്ന ഇതേ ലാൻഡ് ക്രൂസ് ഉള്ള വ്യക്തികൾ എന്നെ വിളിച്ചു ചോദിച്ചു, ബ്രോ ഒന്ന് റെഡിയാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ആദ്യം ഒരു 2 വണ്ടി റെഡിയാക്കി കൊടുത്തു. അവരുടെ വണ്ടി റെഡിയാക്കിയപ്പോൾ അവരുടെ കെയർ ഓഫിലാണ് ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം ഓരോന്ന് അവിടെ എത്തിയത്. എത്രയോ വണ്ടികൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുന്ന ആൾക്കാരുടെ കോൺടാക്ട്സിലോ അല്ലെങ്കിൽ അവർക്കറിയാം. കാര്യം ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താ അറിയോ, ഈ വണ്ടികൾ വർക്കിനെടുത്താൽ പാർട്സ് കിട്ടില്ല. പാർട്സ് ഒരിക്കലും ഈ 10-25 വർഷം പഴക്കമുള്ള വാഹനത്തിന് പുതിയത് കിട്ടില്ല. പിന്നെ ഇതെല്ലാം തപ്പി നടന്ന് പല സ്ഥലത്തു നിന്നായിട്ട് ഈ സെക്കൻഡ് ഹാൻഡ് പാർട്സ് വാങ്ങിക്കണം. ഈ സെക്കൻഡ് ഹാൻഡ് പാർട്സ് വാങ്ങിക്കുമ്പോൾ അവരൊരു അക്കൗണ്ട് നമ്പർ തരും, പൈസയും പറയും, നമ്മൾ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും പൈസ. അപ്പോൾ ഇത് എവിടെ നിന്ന് എടുത്താണ്, എന്താണ് പാർട്സ്, ഒരു പിടുത്തവും ഇല്ല നമുക്ക്. അവർ വാട്സാപ്പിൽ അയച്ചു തരും, പാർട്സ് ഇന്ന സാധനമാണ്, അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ഈ കോയമ്പത്തൂർ ടീമിന്റെ അടുത്ത് അക്കൗണ്ടിലൊക്കെ നമ്മളുടെ അമിത് ഒരു സംശയം, ഇപ്പോൾ താങ്കൾക്ക് ഇത്തരം വാഹനങ്ങളോടൊക്കെ പ്രത്യേകിച്ച് പ്രിയമുള്ളയാളാണ്, വാഹനങ്ങളൊക്കെ ഇങ്ങനെ നന്നാക്കുകയും അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ടാണ് എൻ്റെ ഒരു സംശയം, ഇങ്ങനെ ഒരു ഇടനിലക്കാരുടെ സംഘമുണ്ട്, ഒരു റാക്കറ്റ് പോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് കസ്റ്റംസ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സംഘമൊക്കെ ഇവിടെ ഉള്ളതായി ഒക്കെ താങ്കൾക്ക് അറിയാമോ? മറ്റൊന്ന്, ഈ ഒരു കോയമ്പത്തൂർ സംഘവുമായൊക്കെ അമിത് ചക്കാലക്കലിന് ബന്ധമുണ്ട് എന്ന തരത്തിലേക്കൊക്കെ വാർത്തകൾ വന്നിരുന്നു. അതിനൊക്കെ നിജസ്ഥിതി എന്താണ്? കറക്റ്റാണ് പറഞ്ഞത്. കോയമ്പത്തൂർ സംഘമായിട്ട് എന്റെ കണക്ഷൻ എന്താന്ന് കറക്റ്റായിട്ട് കസ്റ്റംസിലെ ആൾക്കാർ എന്നോട് ചോദിച്ചു. ഇന്നിന്ന സാധനം വാങ്ങിയിട്ടില്ലേ, ഇന്നിന്ന സാധനങ്ങളല്ല വാങ്ങിയത്, കറക്റ്റായിട്ട് ചോദിച്ചു. ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യം പറയുകയും ചെയ്തു അവരുടെ അടുത്ത്. കാര്യം കോയമ്പത്തൂർ സംഘത്തിന്റെ അടുത്ത് എന്നായിട്ട് കണക്ഷൻ എന്താന്ന് ചോദിച്ചപ്പോൾ അവർ കറക്റ്റായിട്ട് പറഞ്ഞു, ഇന്നിന്ന സാധനങ്ങൾ ഇന്നാള് വാങ്ങിയിട്ടുണ്ട്, ഇന്നിന്ന സാധനങ്ങൾക്ക് താങ്കൾക്ക് അങ്ങനെ ഒരു സംഘവുമായി ബന്ധമുണ്ടോ? ക്യാഷ് ആയിട്ടല്ല കൊടുത്തത്. ബന്ധം എന്ന് പറഞ്ഞാൽ എനിക്കെന്നല്ല, ഇന്ത്യയിൽ ലാൻഡ് ക്രൂസർ ഉപയോഗിക്കുന്ന, പെട്രോൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ബന്ധമുണ്ട്. കാര്യം ഇവരുടെ അടുത്താണ് ഈ പാർട്സ് ഒക്കെ ഉണ്ടായിരുന്നത്. അല്ല, ആ സംഘം അതത്ര നല്ല രീതിയിൽ ഒരു ഡ്യൂബിയസ് ആയ ഇടപാടുകൾ നടത്തുന്ന സംഘം എന്ന തരത്തിലേക്കാണല്ലോ അമിത് അവരെ കുറിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. അതെ, അത് കഴിഞ്ഞ വർഷം നവംബറിലാണ് അവർ ഈ പറയുന്ന സംഘമായിട്ടുള്ള കസ്റ്റംസും ഭൂട്ടാൻ വണ്ടികൾ അവിടെ വരുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞത് പിടിച്ചതും. അതിൽ പിന്നെ ഒരു ബന്ധം അവരായിട്ട് കീപ്പ് ചെയ്തിട്ടില്ല, നമ്മൾ ആരും കീപ്പ് ചെയ്തിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.